ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് രണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റും അതുപോലെ ചീസ് കട്ട്ലേറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കട്ട്ലേറ്റ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഈ ഒരു ചീസ് കട്ട്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ. സവാള ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. വലുതായിട്ട് നമ്മൾ കറിയിലൊക്കെ മുറിക്കണ പോലെ നീളത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരാൻ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കണത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഒരുപാടങ്ങ് വഴറ്റി നല്ല ബ്രൗൺ കളർ ആവണമെന്നില്ല. അത്യാവശ്യം കുറച്ചൊന്ന് കളർ മാറി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാൻ വേണ്ടി തുടങ്ങാം. ഇതിപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഒരു 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഏകദേശം ഒരു 150 ഗ്രാമോളം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചിക്കനും പൊട്ടറ്റോയും മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില കൂടി ചേർക്കുമ്പോഴാണ് നമ്മളെ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഈ ഒരു മിക്സ് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അത് ഓരോരോ ഉരുളക്കിഴങ്ങിൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. ചില ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാലും ഭയങ്കര ഒരു വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ മിക്സ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ 1 സ്പൂണൊക്കെ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് വേവിക്കരുത് കേട്ടോ. നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടണ സമയത്ത് നല്ല ഷേപ്പാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ബ്രെഡ് ക്രംസ് ഒന്നും ചേർക്കണ്ട. അഥവാ ഇത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനി കുറച്ചൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ടൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റണ ആ ഒരു ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ വട്ടത്തിലാണ് ഉണ്ടാക്കിയെടുക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് പണി തീരുമല്ലോ. ഇതുപോലെ ഒരു ബോൾസ് ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ ഒരു ഷേപ്പായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇവിടെ 10 കട്ട്ലേറ്റ് ആണ് ഞാനിപ്പോൾ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. ബാക്കി കട്ട്ലേറ്റിൻ്റെ കൂട്ട് ഇവിടെ ഉണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചീസ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഒറ്റ കൂട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ 2 കട്ട്ലേറ്റും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കൈപ്പിടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കപ്പോളം മൊസറല്ല ചീസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ അത്യാവശ്യം നന്നായിട്ട് ചീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചീസ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചീസും ഈ ഒരു കട്ട്ലറ്റിൻ്റെ കൂട്ടുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ദാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു കട്ട്ലറ്റിൻ്റെ കൂട്ടിലേക്ക് നമ്മുടെ ചീസ് കൂടി നന്നായിട്ട് യോജിച്ച് വരണം. അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോരോ ഉരുളകളായിട്ട് എടുത്തിട്ട് വട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 8 ചീസ് കട്ട്ലറ്റ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 10 എണ്ണം നമ്മുടെ സാധാരണ ചിക്കൻ കട്ട്ലറ്റും ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിന് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ മൈദയുടെ മിക്സാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു 2 സ്പൂൺ മൈദയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കി എടുക്കുന്നില്ല, എന്നാൽ അധികം കട്ടിയിലും ഇല്ല കേട്ടോ ഇല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ മിക്സ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയുടെ മിക്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്.
ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ഓരോരോ കട്ട്ലേറ്റ് ആയിട്ട് എടുത്തിട്ട് ആദ്യം മൈദയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ മൊത്തത്തിൽ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ കട്ട്ലേറ്റ് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചീസ് കട്ട്ലേറ്റ് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചീസ് കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തവണ റോൾ ചെയ്തെടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ചൂട് കൊണ്ട് തന്നെ ചീസൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കുറച്ചൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തീരെ പുറത്ത് വരാതിരിക്കണമെങ്കിൽ 2 തവണ റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒറ്റൊരു തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഭയങ്കര ക്രിസ്പി ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മൊത്തത്തിൽ റോൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാം. മൊത്തത്തിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടാമെങ്കിൽ ഇത് മൊത്തത്തിൽ എണ്ണ കുടിച്ചിട്ട് ഒരു ചീഞ്ഞ മാതിരിയാവും. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടാമെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ മൊത്തത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം ഈ ഒരു കട്ട്ലേറ്റിൻ്റെ പകുതിയോളം മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് കേട്ടോ എണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണേ. ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള എണ്ണയ്ക്ക് പോകാനാണ് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചീസ് കട്ട്ലേറ്റും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചീസ് കട്ട്ലേറ്റ് നിങ്ങൾ ഇതുപോലെ മറിച്ചിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് കട്ട്ലേറ്റ് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഉള്ളിലുള്ള ചീസൊക്കെ കുറച്ചൊന്ന് മെൽട്ടാവും. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ കൂട്ട് കുറച്ചൊന്ന് ലൂസാവും. അപ്പോൾ നമ്മളിത് മറിച്ചിടുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ മറിച്ചിടണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റും അതുപോലെ ചീസ് കട്ട്ലേറ്റും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ബാക്കി ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചീസ് കട്ട്ലേറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര ചീസ് ഇങ്ങനെ ഒലിച്ച് വരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. നന്നായിട്ട് വലിഞ്ഞു വരും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചീസ് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് 2 തവണ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ചീസൊക്കെ നന്നായിട്ടൊന്ന് പുറത്തേക്ക് വരും. ഇത് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്